നമസ്കാരം. പശു വളർത്തലാണ് തൻ്റെ ഹോബിയെന്ന് ഓർത്തഡോക്സ് സഭ മുൻ ഭദ്രാസനാധ്യക്ഷൻ കുര്യാക്കോസ് മാർ ക്ലീമിസ് വലിയ മെത്രാപ്പോലിത്ത. മെത്രാച്ചൻ പശുവിനെ വളർത്തി ജീവിക്കുന്നു എന്ന് വിമർശിക്കുന്നവരുണ്ട്. ക്രിസ്തു പശുക്കൂട്ടിൽ വന്ന് ജനിച്ചത് അവറ്റകൾ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാകാം എന്നും വലിയ മെത്രാപ്പോലിത്ത പറഞ്ഞു. NDA പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹസംഗമം പരിപാടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലായിരുന്ന താൻ 7 പശുക്കളുമായിട്ടാണ് തുമ്പമൺ ഭദ്രാസനത്തിലേക്ക് വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നെ എന്റെ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി. എന്തുകൊണ്ട് കൊട്ടാരത്തിലോ രമ്യകർമ്മങ്ങളിലോ എഴുന്നെങ്കിലും സത്രങ്ങളിൽ സ്ഥലമില്ല, ഇടമില്ല എന്ന് പറഞ്ഞു പോയപ്പോൾ മുൾക്കൂട്ടിൽ വന്ന് അവതരിച്ചു. പശുക്കളും പശുക്കുട്ടികളും അതിന്റെ സാധീനം. അപ്പൊ അവരാരും ഉപദ്രവിക്കയില്ലെന്നുള്ളതായിരിക്കാം യേശുക്രിസ്തുവിന്റെ അവതാരത്തിന് അവിടെ പറ്റിയത്. ആ യോസേപ്പും മറിയാമും യോസേപ്പും വളരെ സുരക്ഷിതമായി അവിടെ താമസിച്ച് യേശുവോടൊപ്പം ഇതൊരു വലിയ രഹസ്യമായിട്ടാണ് സഭ മനസ്സിലാക്കുന്നത്. ലോകത്തിന്റെ മുഴുവൻ രക്ഷകനെ സ്വീകരിക്കാൻ ഇടമില്ലാത്ത ഒരു കാലം. ഇനി അന്നത്തെ ക്രിസ്മസ് മുതൽ ഇന്നത്തെ വരെ ഒന്ന് പഠിക്കാൻ തുടങ്ങിയാൽ വലിയ വിഷയമാണ്. അത്യുന്നതങ്ങളിൽ സമാധാനം, ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യപ്രസാദമുള്ള ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പാട്ടുപാടുകയാണ്. പാട്ടുപാടുമ്പോൾ മാലാഖമാര് പാടിയെന്നാണ് പറയുന്നത്. പിന്നെ അന്നത്തെ പശുക്കൾ ഇത് കേട്ടുകൊണ്ട് നിന്ന് കാണും. ഞാനൊരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചയാളാണ്. അന്ന് മുതൽ പശു വളർത്തുണ്ട്, ഇന്നുമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ വിമർശിക്കാറുമുണ്ട്. അത്രത്തിന് പശുവിനെ വളർത്തിയാണ് ജീവിക്കുന്നത്. ഞാൻ വയനാട്ടിലായിരുന്നു 18 വർഷം. അവിടെയും ഇഷ്ടംപോലെ പശുക്കളെയൊക്കെ വളർത്തി. അവിടെ നിന്ന് 7 പശുക്കളെയും കൊണ്ടാണ് ഞാൻ തുമ്പോണ്ട ദ്രവത്തേക്ക് വന്നത്. എനിക്ക് സ്നേഹം തന്നു എന്നുള്ളതാണ് അതിൻ്റെ അനുഭവം എനിക്കുണ്ട്. ആര് കാരണം തീറ്റ കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾ അതിനെ കൊടുത്തു. അപ്പം ആ സ്ഥാപനങ്ങളിൽ എന്നും പോകാറില്ല, താമസിക്കുന്നിടത്തേ പോകാറുള്ളൂ. പക്ഷേ വല്ലപ്പോഴും ആ സ്ഥാപനത്തിൽ ഞാൻ വളർത്തിയ പശുക്കളെ മറ്റു കൂട്ടത്തിൽ കാണും. ഞാൻ വളർത്താത്ത പശുക്കൾ കാണും. പക്ഷെ ഞാൻ വളർത്തിയ പശുക്കൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് അത് കൂട്ടും. അപ്പം ഇങ്ങനെ പശു വളർത്തൻ്റെ ഒരു ഹോബിയാണ്. ഇപ്പോഴും ഉണ്ട്. 100 ലിറ്റർ പാലെങ്കിലും ദിവസം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ 30 വർഷമായിട്ട്. അപ്പം അത് പിന്നെ വില്ലറ്റ് കൃഷികളായിരുന്നുണ്ട്. അത് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞത് ഈ പശുത്തൊട്ടിൽ അവതരിച്ച യേശുക്രിസ്തുവിന്റെ സമാധാനത്തിന് അല്ലെങ്കിൽ അവതാരത്തിന് സുരക്ഷിതത്വം അനുഭവിച്ചത്. ഉണ്ണി യേശുവിനൊരു സുരക്ഷിതത്വം അവിടെ ഉണ്ടായിരുന്നു, മറ്റൊരു ശല്യവും ഇല്ലായിരുന്നു. അതതിൻ്റെ തിയോളജിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ല. മനുഷ്യരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രദേശമൊക്കെ നോക്കി പറ്റിയില്ല. പക്ഷെ വളരെ സുരക്ഷിതമായി അവിടെ വളരാൻ സാധിച്ചെന്നുള്ളതാണ്. He came with all the universal love accumulated through the ages. യുഗങ്ങളായി ഇങ്ങനെ കുമിഞ്ഞുകൂടിയ സ്നേഹത്തെ പ്രതിയാണ് വന്നത്. പക്ഷെ ആ സ്നേഹം ഉൾക്കൊള്ളുവാനോ സ്നേഹം പങ്കിടുവാനോ സാധിക്കാതെ പോകുന്ന ഒരു ലോകമാണ്. He came with all the universal love accumulated through the ages. യുഗങ്ങളായിട്ട് കുമിഞ്ഞുകൂടിയ സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്ന് അവതരിക്കുന്നത്. ആ സ്നേഹം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതിന്റെ സന്ദേശം. ദീർഘമായി സംസാരിക്കുന്നില്ല. പക്ഷെ അന്ന് മാലാഖമാര് പാടിയപ്പോൾ മാലാഖമാര് പ്രധാന മാലാഖ മീഖായേൽ, ഗബ്രിയേലൊക്കെയാണ്. മീഖായേൽ എന്ന് പറയുന്ന വലിയ മാലാഖ, ഒരു ജർമ്മൻ പാരമ്പര്യമാണത്. മാലാഖ ഇങ്ങനെ പാട്ടങ്ങോട്ട് പാടി വലിയ സംഗീത ഉപകരണങ്ങളൊക്കെ വെച്ചു. വലിയ മാലാഖമാരും കുഞ്ഞു മാലാഖമാരും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഉപകരണങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പാടുകയാണ്. നല്ല ഭംഗിയായിട്ട് പാടിക്കൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ കുഞ്ഞു മാലാഖ പാട്ട് നിർത്തി, വീണയൊക്കെ താഴെ വെച്ച് മുഖം വീർപ്പിച്ച് ഇങ്ങനെ ഇരുന്ന് എന്തോ ഒരു പ്രതിഷേധം പോലെ. വലിയ മാലാഖ ചോദിച്ചത്
എന്താ കുഞ്ഞുമാലാഹ ഇങ്ങനെ പാട്ടൊക്കെ നിർത്തിയത്? അത് ഈ പാട്ടിന്റെ അർത്ഥം ഭൂമിയിൽ സമാധാനം എന്നുള്ളതാണ് ആണല്ലോ. അത് കാണുന്നില്ല, അതുകൊണ്ട് അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് പാടുന്നതിനകത്ത് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പാട്ട് നിർത്തിയിരിക്കാറുണ്ട്. ഒരു മറുപടിയും പറയാൻ വലിയ മാലാഹായിക്കില്ലായിരുന്നു. എന്നാ കുഞ്ഞുമാലാഹ പാട്ട് നിർത്തിക്കും. പക്ഷേ ഞാൻ വേറൊരു ജോലി നിനക്ക് തരാം. അതെന്താണ്? ഈ ഭൂമിയിൽ ചെന്ന്, സ്വർഗത്തിലേക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഭൂമിയിൽ ചെന്ന് സകല മനുഷ്യരിലും സ്നേഹത്തിന്റെ ആ ജാഗ്രത ഒന്ന് ഒഴിവാക്കുക, അതായത് പ്രേരിപ്പിക്കുക. എന്നാൽ ഞാൻ ആ ജോലി സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറഞ്ഞ് ഭൂമിയിൽ വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ആ ജോലി ആ മാലാഖ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നമുക്കറിയാം. നേരം കാണുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൊല്ലും കൊലയും എല്ലാം നടക്കുന്നു. പക്ഷേ ആദ്യം പറഞ്ഞ വാചകം വീണ്ടും പറയട്ടെ, ഒരു യൂണിവേഴ്സൽ ലവ്, ദൈവസ്നേഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഞാൻ ഈ പള്ളിയിലൊക്കെ പെരുന്നാളിന് ചെല്ലുമ്പോൾ ആളുകൾ ഒത്തിരി പേര് മെഴുതിരി കത്തിക്കുന്നത് കാണാം. എന്തിനാ കത്തിക്കുന്നതെന്ന് അത്ര അറിഞ്ഞുകൊണ്ടല്ല. പരുവര മണർകാട് മെഴുതിരി കത്തിക്കും. കുരിശുമുട്ടും ഒരു കത്തുന്ന മെഴുതിരിയും കത്താത്ത മെഴുതിരിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ മെഴുതിരി കത്തിച്ച് ചിലർ ഒരു മെഴുതിരി കത്തിക്കും, ചിലർ 10 എണ്ണം കത്തിക്കും, ചിലർ 100 എണ്ണം ഒന്നിച്ച് കത്തിക്കും, ചിലർ ഒരാൾ വലിപ്പമുള്ളത് കത്തിക്കും. അത് ഒരു വലിയ ഈ മാലാഖയുടെ ജോലിയാണ്. മാലാഖ കത്തിക്കുന്നത് മാലാഖയ്ക്ക് കൊടുത്ത ജോലിയാണ്. സ്നേഹത്തിന് തിരി കത്തിച്ചാലാണ് മാലാഖ അയച്ചിരിക്കുന്നത്. It rekindles our inner light of love. അങ്ങനെ ആ തിരി കത്തിക്കും. ഒരു തിരി കത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ തിരി ജ്വലിക്കുകയാണ്. It rekindles our inner light of love. അതുകൊണ്ട് നമ്മൾ ഇവിടെ സംസാരിച്ചാലും, എവിടെ തിരി കത്തിച്ചാലും, എവിടെ ഭദ്രദീപം കത്തിച്ചാലും ആ വിളക്ക് കത്തുമ്പോൾ ഈ ആഗോളമായ ദൈവസ്നേഹത്തിന്റെ തിരിയാണ് നമ്മൾ. ആ ദൈവസ്നേഹത്തിന്റെ തിരി. തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന മാർ ക്ലീമിസ് വലിയ മെത്രാപ്പോലിത്ത കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സ്ഥാനമൊഴിഞ്ഞത്. മാരാമണിൽ മെത്രാപ്പോലിത്ത പണി കഴിപ്പിച്ച സമഷ്ടി എന്ന ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് 88-കാരനായ മെത്രാപ്പോലിത്ത.